കേരളത്തിൽ ആദ്യമായി പൂർണ്ണമായും സ്റ്റീൽ കോൺക്രീറ്റ് കമ്പോസിറ്റ് രീതിയിൽ നിർമ്മിക്കുന്ന ആദ്യ പാലം ഇന്ന് നാടിന് സമർപ്പിക്കും. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിൽ നിർമ്മിച്ച മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുക. ദീർഘകാലമായി മണിക്കൂറുകളോളം ലെവൽ ക്രോസിൽ കുടുങ്ങിക്കിടക്കുന്ന ജനങ്ങളുടെ യാത്രാദുരിതത്തിനാണ് പാലം തുറന്നുകൊടുക്കുന്നതിലൂടെ പരിഹാരമാകുന്നത്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് പാലത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കും. റെയിൽവേ ക്രോസിന് മുകളിലായി റെയിൽവേ നേരിട്ട് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അന്തിമ അറ്റകുറ്റപ്പണികളും അവസാനഘട്ട പെയിന്റിംഗ് ജോലികളും പൂർത്തിയാക്കിയാണ് പാലം ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുന്നത്. മുൻ എം.എൽ.എ. ആർ. രാമചന്ദ്രന്റെ ഇടപെടലിനെ തുടർന്ന് മുൻ LDF സർക്കാരാണ് 33.04 കോടി രൂപ അനുവദിച്ചത്. പാലത്തിന് 547 മീറ്റർ നീളവും 10.2 മീറ്റർ വീതിയുമാണുള്ളത്. കേരളത്തിൽ പൂർണ്ണമായും സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് രീതിയിൽ നിർമ്മിക്കുന്ന 10 മേൽപ്പാലങ്ങൾ അനുവദിച്ചതിൽ ആദ്യമായി നിർമ്മാണം പൂർത്തിയാക്കിയ പാലമാണ് മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലം. ഇതിന്റെ പൈൽ ക്യാപ്പ്, ഡക്ക് സ്ലാബ് എന്നിവ കോൺക്രീറ്റ് രീതിയിലും പിയർ ക്യാപ്പ്, ഗർഡറുകൾ എന്നിവ സ്റ്റീലിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാലത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് 11.8 കോടി രൂപയും മേൽപ്പാല നിർമ്മാണത്തിന് 26.58 കോടി രൂപയുമാണ് ചെലവഴിച്ചത്. മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രി ജെ. ചിഞ്ചുറാണി, കരുനാഗപ്പള്ളി MLA CR മഹേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. 24 കൊല്ലം.